നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തി. രാവിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ നഗരസഭയുടെ മുൻപിലെത്തി ഉച്ചയ്ക്ക് 1 മണിവരെ ധർണയായിരുന്നു. ധർണ ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ ഉദ്ഘാടനം ചെയ്തു. നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഉണ്ടാകണം, സാമൂഹ്യപരമായ കാര്യങ്ങൾ ഉണ്ടാകണം, സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ടാകണം. ഈ 3 ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു പ്രതിനിധിയെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. നമ്മളെ നയിക്കുവാൻ, നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ, ശരിയായ ദിശയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പ്രേരണ നൽകുന്ന ആരാണോ നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന വ്യക്തിയെ നമ്മുടെ പ്രതിനിധിയായി, നമ്മുടെ അവകാശിയായി, നമ്മുടെ സമ്മതിദായകൻ കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ അധികാരപ്പെടുത്തുകയാണ്, ചുമതലപ്പെടുത്തുകയാണ്. നിങ്ങളാണ് എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ നാടിനു വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. നിങ്ങളിലാണ് ഞങ്ങളുടെ ഭാവി നിലനിൽക്കുന്നത്, ഞങ്ങളുടെ ദേശത്തിന്റെ അഭിവൃദ്ധി നിലനിൽക്കുന്നത് നിങ്ങളിലാകുന്നു എന്ന് ഒരു കയ്യൊപ്പ് ചാർത്തുന്ന അനുഭവമാണ് നമ്മൾ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങുക. നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ മുടങ്ങിക്കിടക്കുന്ന വാതക ശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കുക. മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ പ്രയാസങ്ങൾ ഉടൻ ദൂരീകരിക്കുക. കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച മുഴുവൻ തുകയും മാർച്ച് 31-നകം കാര്യക്ഷമമായി വിനിയോഗിക്കുക. നിർമ്മാണ മരാമത്ത് പ്രവർത്തികൾ ഗുണമേന്മ ഉറപ്പാക്കി ഉടൻ പൂർത്തീകരിക്കുക. പ്രധാന നഗരസഭാ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് നൽകി റിംഗ് റോഡുകളാക്കി ഗതാഗതം സുഖകരമാക്കുക. തൊഴിൽ, ടൂറിസം മേഖലകളെ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തിയത്. RK മലയത്ത് അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് കുട്ടി കാപ്പിൽ, വിനോദ് പി മേനോൻ, യു നരേന്ദ്രൻ, സുരേഷ് മങ്ങാട്ടുതൊടിക, KRC നിലമ്പൂർ, CT ബാലകൃഷ്ണൻ, PV ലത്തീഫ്, MK ബാലകൃഷ്ണൻ, നൌഷാദ് തടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.